ഓക്കെ, ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടൈപ്പ് 6 പ്രോബ്ലംസ് ആണ്. ടൈപ്പ് 6 ആക്ച്വലി ടൈപ്പ് 5ന്റെ ഒരു കണ്ടിന്യൂവേഷൻ തന്നെയാണ്. അതായത് നമുക്ക് n തന്നെയാണ് കണ്ടുപിടിക്കാനുള്ളത്. പക്ഷെ നമ്മുടെ ഫോം ഓഫ് ക്വസ്റ്റ്യനിൽ ഒരു ഡിഫറൻസ് ഉണ്ട്. അതായത് ഇതിൽ നമ്മൾ 2 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുക. 5.2 13 and 14 ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് ഹൗ മെനി 3-digit numbers are divisible by 7? എഗെയിൻ നമുക്ക് അവിടെ എന്താ കണ്ടുപിടിക്കേണ്ടത്? n ആണ് കണ്ടുപിടിക്കേണ്ടത്. പക്ഷെ തന്നേക്കാണ് ഫോം ഓഫ് ക്വസ്റ്റ്യനിൽ ഡിഫറൻസ് ഉണ്ട്. നമുക്ക് 3-digit നമ്പർ നമുക്കറിയാം. ഫസ്റ്റ് 3-digit നമ്പർ എന്താ? ഇറ്റ് ഇസ് 100. അതേപോലെ ലാസ്റ്റ് 3-digit നമ്പർ എന്താ? 999. അത് കഴിഞ്ഞിട്ട് പറയുന്ന നമ്പർ ഇസ് 1000. ദാറ്റ് ഇസ് എ 4-digit നമ്പർ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് 3-digit നമ്പറും ലാസ്റ്റ് 3-digit നമ്പറും കിട്ടി. പക്ഷെ നമുക്ക് AP 100, 101, 102 അങ്ങനെയല്ല. അതിന്റെ റീസൺ എന്താ? 3-digit നമ്പർ മാത്രമല്ല, ഇറ്റ് മസ്റ്റ് ബി ഡിവിസിബിൾ ബൈ 7. 100 എന്ന് പറയുന്ന നമ്പർ ഇത് ഡിവിസിബിൾ ബൈ 7 അല്ല. ഓക്കെ, അപ്പോൾ 100 കഴിഞ്ഞിട്ട് വരുന്ന ഫസ്റ്റ് 3-digit നമ്പർ വിച്ച് ഇസ് ഡിവിസിബിൾ ബൈ 7 അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അത് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് വേണമെങ്കിൽ 101 ഡിവിസിബിൾ ആണോ 102 ഡിവിസിബിൾ ആണോ അങ്ങനെ വെച്ച് 102 ഒരിക്കലും ഡിവിസിബിൾ ആവില്ല. ഡിവിസിബിൾ ബൈ 7 ആയതുകൊണ്ട് ഓഡ് നമ്പേഴ്സ് ജസ്റ്റ് ഡിവൈഡ് ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ വേറൊരു സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ 100നെ ഡിവൈഡഡ് ബൈ 7 ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മൾ 100നെ 7 വെച്ച് ഡിവൈഡ് ചെയ്ത് നോക്കി. ഓക്കെ, 14 കിട്ടി. പക്ഷെ നമുക്ക് റിമൈൻഡർ എന്ത് വന്ന്? 2 ആണ് റിമൈൻഡർ. അതായത് 100 7 ആയിട്ട് പെർഫെക്റ്റ്ലി ഡിവിസിബിൾ അല്ല, 2 ബാലൻസ് വരും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം 100ൽ നിന്ന് 2 കുറച്ചാൽ അത് പെർഫെക്റ്റ്ലി ഡിവിസിബിൾ ബൈ 7 ആയിരിക്കും. അതായത് 100 - 2 ദാറ്റ് ഇസ് 98 ഇസ് ഡിവിസിബിൾ ബൈ 7. ഓക്കെ, പക്ഷെ 98 ഒരു 2-digit നമ്പർ ആണ്. അപ്പം നമുക്ക് അത് എടുക്കാൻ പറ്റില്ല ഫസ്റ്റ് ടേം ആയിട്ട്. അപ്പോൾ 98 ഇഫ് ഇറ്റ് ഇസ് ഡിവിസിബിൾ ബൈ 7, ദ നെക്സ്റ്റ് നമ്പർ വിച്ച് ഇസ് ഡിവിസിബിൾ ബൈ 7 വിൽ ബി വാട്ട്? ഇറ്റ് ഇസ് 98 + 7 ചെയ്യുക. 98 + 7 ദാറ്റ് ഇസ് ഈക്വൽ ടു 105. 105 ആണ് 98 കഴിഞ്ഞിട്ട് 7 ആയിട്ട് ഡിവിസിബിൾ ആവുന്ന നമ്പർ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടേം ഓഫ് ദി AP കിട്ടിക്കഴിഞ്ഞ് ദാറ്റ് ഇസ് 105. ഈ സെയിം മെത്തേഡിൽ തന്നെ വേണമെങ്കിൽ 999 ഓരോന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. അതായത് 999 ഡിവൈഡ് ബൈ 7 ചെയ്ത് നോക്കാം. റിമൈൻഡർ 0 കിട്ടുകയാണെങ്കിൽ ഇറ്റ് ഇസ് ഡിവിസിബിൾ ബൈ 7. അല്ലാണ്ട് ചെയ്യാൻ പറ്റിയ ഒരു മെത്തേഡാണ് ഞാൻ ഈ കാണിച്ചത്. സോ നേരത്തെ ചെയ്ത സെയിം മെത്തേഡ് തന്നെ ചെയ്ത് നോക്കി. 999 ഡിവൈഡഡ് ബൈ 7 ചെയ്ത് നോക്കി. അപ്പോൾ ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? റിമൈൻഡർ 5 ആണ്. അതായത് 999 ഡിവിസിബിൾ അല്ല. ഓക്കെ, പക്ഷേ 5 ബാലൻസ് വന്നതുകൊണ്ട് തന്നെ ഈ 995 നിന്ന് 5 കുറച്ചാൽ അതായിരിക്കും 999 മുന്നേ വരുന്ന പെർഫെക്റ്റ്ലി ഡിവിസിബിൾ ബൈ 7 ആയിട്ടുള്ള നമ്പർ. അതായത് 994 ആണ് ലാസ്റ്റ് 3-digit നമ്പർ വിച്ച് ഇസ് ഡിവിസിബിൾ ബൈ 7. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്പർ കിട്ടി, ലാസ്റ്റ് നമ്പർ കിട്ടി. നമുക്കൊരു AP ഫോമിലേക്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റ് term is 105. അപ്പോൾ സെക്കൻഡ് ടേം എന്തായിരിക്കും? 105 + 7 ദാറ്റ് ഇസ് 112. അങ്ങനെയാണ് AP പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഹൗ മെനി 3-digit നമ്പർ. അപ്പോൾ നമ്മൾ ഈ എഴുതാൻ പോണ എല്ലാ നമ്പേഴ്സും ഈ പറയണ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതായത് എല്ലാം 3-digit നമ്പേഴ്സ് ആണ്, എല്ലാം ഡിവിസിബിൾ ബൈ 7 ആണ്. ഇത് നമ്മൾ ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു AP തന്നിട്ടുണ്ട്. ഈ APയിൽ എത്ര ടേംസ് ഉണ്ടെന്ന് കണ്ടുപിടിക്കുക. പക്ഷെ ലാസ്റ്റ് ടേം തന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് എത്ര ടേംസ് ആണ് ഈ APക്കുള്ളതെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ആക്ച്വലി നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് 994 എത്രാമത്തെ ടേം ആണ് മാത്രം കണ്ടുപിടിച്ചാൽ മതി. AN 994 ആയിട്ട് എടുത്തിട്ട് n കണ്ടുപിടിക്കണം. അതായിരിക്കും ആക്ച്വലി ദ നമ്പർ ഓഫ് ടേംസ് ഓഫ് ദാറ്റ് AP. അതാണ് ഇനി ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങൾ തന്നിട്ടുണ്ട്. A അറിയാം, D അറിയാം, AN അറിയാം, n കണ്ടുപിടിക്കാൻ പോവാണ്. AN is equal to A plus n minus 1 into D. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. 994 is equal to 105 plus n minus 1 into. ഇനി 105 ഈ സൈഡിലേക്ക് സബ്ട്രാക്ട് ചെയ്യാം. 994 minus 105 is equal to n minus 1 into 7. അപ്പോൾ സബ്ട്രാക്ട് ചെയ്തപ്പോൾ നമുക്ക് 889 കിട്ടി. 889 is equal to n minus 1 into 7. ഓക്കെ, ഇനി multiplication turns to division, that is 889 by 7 is equal to n minus 1. So divide ചെയ്യുമ്പോൾ നമുക്ക് 127 കിട്ടും. 127 is equal to n minus 1. Therefore
n is equal to 127 plus 1 that is equal to 128 ആണ് n. അപ്പോൾ 3 ഡിജിറ്റ് ആയിട്ടുള്ള 128 നമ്പേഴ്സാണ്, 3 ഡിജിറ്റും അതേപോലെ തന്നെ ഡിവിസിബിൾ ബൈ 7 ആയിട്ടുള്ള 128 നമ്പേഴ്സാണ് ഉള്ളത്. അതായത് 994 എന്ന് പറയുന്നത് ഈ ഒരു എ പിയുടെ 128th ടേം ആണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നന്നായിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അതേപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ കൂടിയും ചെയ്ത് നോക്കാം. ഓക്കെ, ഇത് 14th ക്വസ്റ്റ്യൻ ആണ്. ഹൗ മെനി മൾട്ടിപ്പിൾസ് ഓഫ് 4 ലൈ ബിറ്റ്വീൻ 10 and 250? നമുക്ക് അറിയാം ഈ രണ്ട് നമ്പേഴ്സിന് ഇടയിൽ എത്ര നമ്പേഴ്സ് ഉണ്ട് ദിസ് ഡിവിസിബിൾ ബൈ 4. അഗൈൻ നമ്മളൊരു ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ഒരു എ പി കണ്ടുപിടിക്കണം. ആ എ പിയിൽ എത്ര ടേംസ് ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. അതായിരിക്കും ദ നമ്പർ ഓഫ് ടേംസ്, നമുക്ക് ആവശ്യമുള്ള നമ്പർ ഓഫ് ടേംസ്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എ പി കണ്ടുപിടിക്കണം. ദ നമ്പേഴ്സ് വിച്ച് ആർ ഡിവിസിബിൾ ബൈ 4. അപ്പോൾ 10 കഴിഞ്ഞിട്ട് വരണ വിച്ച് ഇസ് ഡിവിസിബിൾ ബൈ 4 നമുക്ക് ഡിവൈഡ് ഒന്നും ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. നമുക്കറിയാം 12 ആണ്. 4, 8, 12. സോ ഫസ്റ്റ് ടേം ഓഫ് ദി എ പി ഇസ് 12. പിന്നെ ഇപ്പോൾ 12, 16 അങ്ങനെ പോവും. ലാസ്റ്റ് ടേം 250 ആണ്. ഇനി ഏറ്റവും 250 അടുത്തുള്ള ടേം ആണ് കണ്ടുപിടിക്കേണ്ടത്. അത് നമുക്കറിയാം, നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് ഡിവൈഡ് ആൻഡ് ഫൈൻഡ് ദ ആൻസർ. ഓൾറൈറ്റ്, അപ്പോൾ ഞാൻ നേരത്തെ ചെയ്ത മെത്തേഡ് തന്നെ ചെയ്ത് നോക്കി. ദാറ്റ് ഇസ് 250 ഡിവൈഡ് ബൈ 4 ചെയ്ത് നോക്കി. നമുക്ക് റിമൈൻഡർ കിട്ടിയത് 2 ആണ്. അപ്പോൾ 250 ഇസ് നോട്ട് ഡിവിസിബിൾ. ഇറ്റ് ഇസ് നോട്ട് ഡിവിസിബിൾ ബൈ ആക്ച്വലി 4. പക്ഷേ -2 ചെയ്ത്, അതായത് 248 വിൽ ബി ഡിവിസിബിൾ ബൈ 4. അപ്പോൾ ലാസ്റ്റ് ടേം ഇസ് 248. അപ്പോൾ നമുക്ക് കംപ്ലീറ്റ് എ പി കിട്ടി കഴിഞ്ഞു. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? an 248 ആയിട്ട് എടുക്കുക. എന്നിട്ട് 248 എന്ന് പറയുന്നത് എത്രാമത്തെ ടേം ഓഫ് ദ എ പി ആണ് കണ്ടുപിടിക്കുക. an is equal to a plus n minus 1 into d. an 248 is equal to a plus n minus 1 into common difference is 4. 248 minus 12. 238 is equal to n minus 1 into 4. Multiplication turns to division, that is 236 by 4 is equal to n minus 1. അപ്പോൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് is 59. 59 is equal to n minus 1. n is equal to 59 plus 1, that is equal to 60. അപ്പോൾ നമുക്ക് കിട്ടി 10ൻ്റെയും 250ൻ്റെയും ഇടയിൽ 60 മൾട്ടിപ്പിൾസ് ഓഫ് 4 ആണ് ഉള്ളത്. അതായത് ഈ 248 എന്ന് പറയുന്നത് ഇസ് ആക്ച്വലി ദ 60th ടേം ഓഫ് ദിസ് എ പി. അപ്പോൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതും ആക്ച്വലി n കണ്ടുപിടിക്കാനുള്ള ടൈപ്പ് ഓഫ് പ്രോബ്ലം ആയിരുന്നു. പക്ഷേ ഇതിൻ്റെ ഫോം ഓഫ് ക്വസ്റ്റ്യൻസ് ഡിഫറെൻ്റ് ആണ്. പക്ഷേ ഇതൊരു ഇമ്പോർട്ടൻറ്റ് ടൈപ്പാണ്, ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിക്കുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത വീഡിയോയിൽ അടുത്ത ടൈപ്പായിട്ട് വരുന്നത്.